ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് ചെയ്തു വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ടേം ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് ഇതിൽ പറയാം കുറച്ചുകൂടി വിശദമായിട്ട്. ടേം ഇൻഷുറൻസ് എന്നിരിക്കുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതൊരു റിസ്ക് കവർ ചെയ്യുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടേണ്ടതായിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ടേം ഇൻഷുറൻസ് വഴി ഉറപ്പാക്കുന്നത്. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് എത്ര പൈസയുടെ കവറേജ് വേണം എന്നുള്ളതാണ്. നിങ്ങളൊരു വർഷം ഒരു 10 ലക്ഷം രൂപ നിങ്ങളുടെ സാലറി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു അടുത്തൊരു 30 വർഷത്തേക്കാണ് കവറേജ് വേണ്ടത്. അതായത് 30 വർഷം നിങ്ങൾ ഇതേപോലെ സാലറി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3 കോടി രൂപയെങ്കിലും സാലറി ആയിട്ട് വരും. അപ്പോൾ മിനിമം 3 ക്രോസിൻ്റെ എങ്കിലും വേണം. അതായത് നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് എത്ര സാലറി, നിങ്ങളുടെ ആവറേജ് റവന്യൂവിൽ, നിങ്ങളുടെ വരുമാനത്തിൽ എത്ര വർഷം നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു, അത് ഒരു ബേസാക്കി എടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു 60 വയസ്സ് വരെയോ 65 വയസ്സ് വരെയുള്ള സമയത്തെ റവന്യൂ നോക്കി അതിൻ്റെ ഒരു ഇരട്ടിയോ 2 ഇരട്ടിയോ എങ്കിലും വേണമെന്നാണ് യഥാർത്ഥ കണക്ക്. അങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് കണക്കാക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു 20 ലക്ഷം രൂപയുടെ 30 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസ് കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഒന്നാമത് നമുക്കറിയാം പണപ്പെരുപ്പ നിരക്ക്, അതുപോലെ തന്നെ നമുക്ക് ലോണുകൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ കൂടി കവർ ചെയ്തിട്ട് വേണം ടേം ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നിശ്ചയിക്കാൻ. സോ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 30 വയസ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ അടുത്തൊരു 30 വർഷത്തേക്ക് നിങ്ങൾ വാങ്ങാൻ പോകുന്ന സാലറി ഒരു 3 കോടി രൂപയാണ്. അപ്പോൾ 3 കോടി രൂപയോ അതിൽ കൂടുതലോ ആയിരിക്കണം നിങ്ങളുടെ കവറേജ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് ഇൻ കേസ് ഒരു റിസ്ക് വരുമ്പോൾ സമയത്ത് നിങ്ങളുടെ ഫാമിലിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതിപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം, കുട്ടികളുടെ പഠനാവശ്യങ്ങളായിരിക്കാം, അത് അല്ലെങ്കിൽ മറ്റുള്ള ലോണുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് റീപേയ്മെൻ്റ് ആയിരിക്കാം, അതൊക്കെയുള്ള കാര്യങ്ങൾ. രണ്ട്, കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ IRDA അംഗീകരിച്ച വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ IRDA ലൈസൻസ് ഉള്ള ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നോ മാത്രം, രജിസ്റ്റേർഡ് ഇൻഷുറൻസ് ഏജൻസിൻ്റെ കയ്യിൽ നിന്നും മാത്രം പോളിസി വാങ്ങുക. പോളിസി ഫോം ചെയ്യുന്ന പ്രപ്പോസൽ ഫോം നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. കാരണം ഒന്നും തന്നെ വിടരുത്. കൃത്യമായി ബി ഹോണസ്റ്റ്. എല്ലാ കാര്യങ്ങളും പോളിസിയിൽ തുറന്നു വരിക. കാരണം പിന്നീട് നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ ക്ലെയിമിന് പോകുന്ന സമയത്ത് പിടിക്കപ്പെടുകയാണെങ്കിൽ ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണോ, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ സർജറി അല്ലെങ്കിൽ ഡീറ്റെയിൽസ്, ഫാമിലി ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ തുറന്നു പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് കവറേജ് വേണമെന്ന് ഓൾറെഡി തീരുമാനിക്കുക. കാരണം 60 വയസ്സ് 65 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് കവറേജ് ആവശ്യമെങ്കിൽ അതിനുള്ള പ്രീമിയം മാത്രമേ കൊടുക്കണ്ടൂ. അല്ലാതെ 85 ഇയേഴ്സ് വരെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ എമൗണ്ട് പ്രീമിയം ആയിട്ട് കൊടുക്കേണ്ടി വരും. നോമിനിയെ കൃത്യമായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇൻഷുറൻസ് ആക്ട് പ്രകാരം ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നോമിനിക്കാണ് എമൗണ്ട് പോവുക. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ആരാണ് നിങ്ങളുടെ നോമിനി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സെറ്റിൽമെൻറ്റ് ഈസി ആയിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പോളിസി ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക.